എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്മാർട്ട് ഷോയിലേക്ക് സ്വാഗതം. ഒരു പള്ളിയിൽ അച്ഛൻ ഞായറാഴ്ച പ്രസംഗം നടത്തുകയായിരുന്നു. അച്ഛൻ ആളൊരു മഹാ കത്തിയായതുകൊണ്ട് വിശ്വാസികൾ ആരും എത്തിയിട്ടില്ല. എന്നാൽ ഒരു വിശ്വാസി മാത്രം അവിടെ എത്തിയിരുന്നു. പക്ഷേ ആള് ഇല്ല എന്ന് കരുതി അച്ഛൻ പ്രസംഗം കുറച്ചില്ല. 2 മണിക്കൂർ പ്രസംഗിച്ചു കളഞ്ഞു. അവസാനം ഈ രക്തസാക്ഷിയായ ശ്രോതാവ് വിശ്വാസി അച്ഛനോട് ചോദിച്ചു, അച്ചോ, ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും നീളത്തിൽ പ്രസംഗിക്കണമായിരുന്നു? അച്ഛൻ പറഞ്ഞു, ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കുമ്പോൾ കോഴികളുടെ എണ്ണം കുറഞ്ഞെന്ന് കരുതി തീറ്റ കുറയ്ക്കാറില്ല. അപ്പോൾ ശ്രോതാവ് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ, ഒരാളെ ഉള്ളെന്ന് കരുതി അല്ലെങ്കിൽ ഒരു കോഴിയെ ഉള്ളെന്ന് കരുതി എല്ലാ കോഴിയുടെയും തീറ്റ തൊള്ളയിലേക്ക് തള്ളി കയറ്റിയാലേ ശ്വാസം മുട്ടി കോഴി ചത്തുപോകില്ലേ അച്ചോ? പാത്രം അറിഞ്ഞ് വിളമ്പണം. ഈ ഒരു വിശ്വാസത്തോടെ ഇന്നത്തെ സ്മാർട്ട് ഷോ നമ്മൾ ആരംഭിക്കുന്നു. ഇത് ജോസ്കോ ജുവലി സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ആരായിരിക്കും ഇന്ന് ഈ വേദിയിൽ ഏറ്റുമുട്ടുക? നിങ്ങൾക്കറിയാം, പ്രശസ്തരായ ആളുകളാണ് പലപ്പോഴും ഈ വേദിയിൽ വന്നു പോകുന്നത്. ഇന്നാദ്യം വേദിയിലേക്ക് വരുന്നു പ്രശസ്ത ഗായകൻ നിഖിലും അദ്ദേഹത്തിൻ്റെ പത്നിയും ടെലിവിഷൻ അവതാരകയുമായ രമ്യ രവീന്ദ്രനും. ഹായ് നിഖിൽ, ഹായ് രമ്യ. കുറെ കാലമായി നിങ്ങളെ കണ്ടിട്ട്. എവിടെയുണ്ട് നിങ്ങളിപ്പോ? കല്യാണം കഴിച്ചിട്ട് സ്ഥലം വിട്ടോല്ലോ തോന്നുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെ കുറച്ച് ഒളിവില. അതോ? തെളിവ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായോ? രക്ഷയില്ല, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി? പുതിയ പുതിയ ആലോചനകളോ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. കല്യാണം കഴിഞ്ഞവർക്ക് അത് പറഞ്ഞു താങ്ങാനുള്ള ആരോഗ്യം നിഖിലുണ്ടോ? ശരി, അല്ല ശ്രീയേട്ടനും അത് പറഞ്ഞ മനസ്സിലാവില്ല. അത് പിന്നെ എനിക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. രമ്യയുടെ ടെലിവിഷൻ അവതരണമൊക്കെ എന്തായി ഇപ്പോ? ഇപ്പൊ ചെറുതായിട്ടൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. മോളെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നിർത്തിയിരുന്നു. ഞാൻ കൺസീവ് ചെയ്തപ്പോ എല്ലാം നിർത്തി. ഇപ്പൊ ചെറുതായിട്ട് ഷോർട്ട് ടേം പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിപ്പോ തുടങ്ങി. ഓക്കെ. അല്ല, ഇപ്പൊ നിങ്ങൾ എവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നു? തൃപ്പൂണിത്തുറ. ദുബായിലോട്ട് പോയില്ല? നിഖിലുണ്ട്, പോയിട്ടൊക്കെ വരും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ യാത്ര ഇവിടെ തന്നെ അടിച്ചു കൂടും അല്ലേ? നമ്മള് ദുബായിലാന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാൻ നോക്കണ്ടല്ലേ? അതില്ല. നീലിന്റെ പാട്ടൊക്കെ എങ്ങനെ പോകുന്നു? അത് പിന്നെ പാട്ട് മാത്രമല്ലല്ലോ, അവിടെയൊക്കെ സിനിമ സംവിധാനം, തിരക്കഥ, പ്രൊഡക്ഷൻ, അങ്ങനെ സിനിമാപരമായിട്ടുള്ള എല്ലാത്തിലും കൈയിട്ടുണ്ട്. അപ്പൊ എല്ലാം എങ്ങനെയാണ് വരുന്നതനുസരിച്ചിട്ട്, സാഹചര്യം അനുസരിച്ചിട്ട് ചെയ്യും. പാടാൻ പറഞ്ഞാൽ പാടും. രമ്യ ടി വിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടപ്പോ പ്രശ്നമായോ? പിന്നെ തിരിച്ചു കയറാനായിട്ട് ഒരു അങ്ങനെയൊന്നുമില്ല, കുറെ ഓഫേഴ്സ് വന്നിരുന്നു ശരിക്കും. ആദ്യമേ മോള്, ഞങ്ങളപ്പോ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ നല്ല കുറെ ഓഫേഴ്സ് വന്നപ്പോ മോളെ നോക്കുന്ന കാര്യത്തില് ഒക്കെ ഒരു ആരും ഇല്ലാണ്ടായി. അപ്പൊ അതുകൊണ്ട് കുറെ പ്രോഗ്രാംസ് ഒക്കെ അന്നേരം ഞാൻ ഒട്ടും മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല അന്നേരം ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ അവളും കുറച്ച് വലുതൊക്കെയായി. പിന്നെ ഞങ്ങൾ ഇപ്പൊ നീലാന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ അച്ഛനും അമ്മയുണ്ട്. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് സിറ്റുവേഷൻസ് എല്ലാം ഫേവറബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാംസ് ഇപ്പൊ അവള് 4 വയസ്സ് കഴിഞ്ഞു. അവള് LKG സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പിന്നെ ഇനി അമ്മയ്ക്ക് പ്രശ്നമില്ല അല്ലേ? അവൾക്കാ പ്രശ്നം. നിഖിലിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ? ഭാര്യ അവതരിപ്പിച്ച് മുന്നേറട്ടെന്നാണോ, അതോ എങ്ങനെ ടെലിവിഷനിലേക്ക് അവതരിപ്പിച്ച് മുന്നേറട്ടെന്നാണോ? എന്തോ ഒരു തീരുമാനം? അതിന് എനിക്ക് സഹതാപേ ഉള്ളൂ. സഹതാപോ? അല്ലെ, കുറെ വർഷം അവരെ സഹിച്ചു അല്ലെ? പിന്നെ അതുകൊണ്ട് പോയി. അവർക്കൊരു പുരസ്കാരം കൊടുക്കേണ്ടതാ അല്ലേ? പോയി. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുമ്പോ മാത്രമല്ല ഇടയ്ക്ക് അവരൊന്ന് ആശ്വസിച്ചു, പോയല്ലോ ഒന്ന്. അല്ല, അവർക്ക് അത് തന്നെ വേണം. അവർക്ക് അത് തന്നെ വേണം അല്ലേ? രക്ഷയില്ല അല്ലേ? അപ്പം ഇപ്പൊ നിങ്ങളുടെ കറണ്ട് ഓപ്പറേഷൻസ് എന്തൊക്കെയാ? ഞാനൊരു പടത്തിന് ഇപ്പൊ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏതാ പടം? പറയാറായോ? ആയിട്ടില്ല, അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. കുറച്ച് ഹെവി ആയിട്ട് പല സ്ഥലത്ത് ഇങ്ങനെ ചാടി നടന്നു കഴിഞ്ഞാലേ പ്രശ്നമാവൂലേ ഞാൻ ചോദിക്കാം. ഒരുപാട് സ്ഥലത്ത് കയറി കൈവെക്കുന്നു. ചെയ്യുന്നിടത്തെല്ലാം ഞാൻ ചെയ്യുന്ന അത് എന്തായാലും എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഹാപ്പിയാണ്, സന്തോഷനാണ്, പാഷനാണ്. രമ്യയുടെ കൂടെ ചേർന്നപ്പോഴോ
അതിപ്പോ ഭയങ്കര ടി വി ചോദിച്ചാൽ അല്ലേ ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാല് എല്ലാം ഇവളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അത് ശരി, അങ്ങനെയാണല്ലേ. ഞാൻ ഉത്തരം പറയാ, ഓടുക, ചാടുക. എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഓരോ ചാൻസും മിസ് ചെയ്യാറില്ല. കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ മുതൽ ഓരോ ഇന്റർവ്യൂസിലും പോകുമ്പോ ഏത് ഇന്റർവ്യൂവിൽ പോലും അത് ഇതുപോലെ എനിക്കിട്ട് ഞാൻ കാര്യം പറയുന്നത് ഒരു തമാശയായിട്ട് കളിയാക്കുന്നു. ഞാൻ പരമാവധി സഹിച്ചു അല്ലേ. അതെ. ഇനിയിപ്പം ഈ ക്ഷമയുടെ നെല്ലിപ്പലക അങ്ങോട്ട് ഒടിഞ്ഞ എന്താ ചെയ്യാൻ പോകുന്ന രമ്യ? പലക ഒടിഞ്ഞു തുടങ്ങി അല്ലേ? നോക്കട്ടെ ഇന്നിപ്പോ കറക്റ്റ് ആയിട്ട് ആൻസർ പറയോ ഇല്ലേ അറിയട്ടെ. ഇപ്പൊ ഇതിൽ ആരാ ഓടാൻ പോകുന്നത്? ഒടിയോ? രമ്യാണ് ഓടാൻ പോകുന്നത്. എന്റെ പൊന്നെ. അപ്പം നിഖിലായിരിക്കും വിജ്ഞാനിയാവാൻ പോകുന്നത്. കൂട്ടത്തിൽ നന്നായിട്ട് പെറുക്കാൻ അറിയുന്ന വിളിക്കാം. ആണോ? അതുകൊണ്ട് അത് പക്ഷെ ആ ആളെ തന്നെ ഏൽപ്പിക്കണം. അങ്ങനെ കാരണം ഇപ്പോഴേ ഇതിന്റെ ആദ്യത്തെ റൗണ്ടില് ഇഷ്ടം പോലെ സാധനങ്ങൾ പെറുക്കാം. ഗെയിം ഒന്നും ഇല്ല താനും. അതിലൊക്കെ ചില ആൾക്കാർ വളരെ സ്കോർ ചെയ്യുന്നുണ്ട്. 5, 6, 7 ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ എന്തായാലും രമ്യ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടത്തിൽ വിജ്ഞാനത്തിന്റെ കൂടെയും പിറക്കുന്നതിന്റെ കൂടെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രമ്യ ഇങ്ങോട്ട് ഓടാൻ പോകുന്നുണ്ട്, താങ്കൾ അങ്ങോട്ട്, ഞാൻ അങ്ങോട്ട്. രമ്യ ഇങ്ങോട്ട്. ഓൾ ദ ബെസ്റ്റ്. ഇനി വേദിയിലേക്ക് വരുന്നു ചലച്ചിത്ര താരം അഞ്ജലി അനീഷും സുഹൃത്തും സഹസംവിധായകനുമായ വിവേക് അനിരുദ്ധും. ഹായ് അഞ്ജലി. ഹായ് വിവേക്. വിവേകിന്റെ നാട് എവിടെയാ? എൻ്റെ 32 എന്ന് പറയും, മാലോസയുടെ കളമശ്ശേരിക്ക് അടുത്ത്. സിനിമ തൊഴിലായി സ്വീകരിച്ചോ അതോ? അതെ അതെ, അതല്ലേ, അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഈ മാറുന്ന പ്രശ്നമില്ല, ഒരു രക്ഷയില്ല. അഞ്ജലിയോ? ഞാനും മൂവി തന്നെ, പിന്നെ ഫാമിലി ഉണ്ട്, മോളുണ്ട്. ഇത് രണ്ടും മാത്രം മാനേജ് ചെയ്തുകൊണ്ട് പോവാണ്. ശരി ശരി ശരി. അഞ്ജലി എത്ര കാലമായി സിനിമയിൽ വന്നിട്ട്? ഞാൻ 2008 ഞാൻ ആദ്യം തമിഴ് മൂവീസ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഒരു ഏത് പടമായിരുന്നു? തമിഴില് 3 മൂവീസ് ചെയ്തിരുന്നു. നെല്ല് എന്ന് പറഞ്ഞൊരു പടം, പിന്നെ കോട്ടി, പിന്നെ ഉന്നയ കാതലിപ്പൻ, അങ്ങനെ 3 പടം ചെയ്തു. അതിനുശേഷം അവിടെ എത്തിയത് മോഡലിംഗ് ആയിരുന്നു. മോഡലിംഗ് ത്രൂ കോർഡിനേറ്റേഴ്സ് വഴി എത്തി. പിന്നെ ഹസ്ബൻഡിന്റെ ഒരു ഹെൽപ്പും നല്ല ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം മോളതിനുശേഷം 5 സുന്ദരികൾ എന്ന് പറഞ്ഞ മൂവിയില് റീസ്റ്റാർട്ട് ചെയ്തു അഭിനയം. പിന്നെ അങ്ങനെ മൂവീസ് കുറെ ചെയ്തു. പിന്നെ ഹസ്ബൻഡിന്റെ മൂവിയിലും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പടമായിരുന്നു സെക്കൻഡ്സ് മാറ്റിനി പറഞ്ഞു, അത് ഡയറക്ട് ചെയ്തിരുന്നു അദ്ദേഹം. അനീഷ് ഉപാസന. അതിനുശേഷം പിന്നെ ലവ് 24 ഉപാസന എന്നുള്ളത് അദ്ദേഹത്തിന്റെ അച്ഛൻ നടത്തിയിരുന്ന അച്ഛന്റെ പേരാണ്. അച്ഛൻ ഇപ്പൊ ഇല്ല, അപ്പം അച്ഛൻ ആ പേര് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത്. അങ്ങനെ അനീഷ് ഉപാസനയായി. നന്നായി. ഇപ്പോ നിങ്ങൾ ഏത് നാട്ടുകാരിയാണ്? ഞാൻ അമ്മ കോഴിക്കോടാണ് സൈഡ്, അച്ഛൻ തൃപ്പൂണിത്തുറ. ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നൊക്കെ കൊച്ചിയിലാണ്, എറണാകുളത്താണ്. ഒരു കൊച്ചിക്കാരിയാണല്ലേ? എറണാകുളത്താണ്. ഓക്കെ. അപ്പം ഈ ഷോ കണ്ടിട്ടുണ്ടോ ശരിക്കും? പിന്നെ ഇഷ്ടം പോലെ പ്രാവശ്യം. അപ്പൊ ഇതിനകത്ത് ഓടാൻ പോകുന്ന ആരാ ശരിക്കും? വിവേകന് അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ, അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. കാരണം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആക്രാന്തം കയറിയ ഒരു മനുഷ്യനെ പോലെ പെറുക്കി പെറുക്കി എടുത്ത് പുറത്തിയാടണം. റെഡിയാണല്ലോ? റെഡിയാണ്. നമ്മുടെ നിഖിൽ സെലക്ട് ചെയ്ത് അറിയാമല്ലോ കാര്യം. നിഖിലിനെ എങ്ങനെ അനലൈസ് ചെയ്തു? നിഖിലിനെ ഒരു അക്രാന്തക്കാരനാക്കാൻ പറ്റുന്നില്ല. അല്ല, എനിക്ക് ഓടാനും പറ്റില്ല, ഇവിടെ നിൽക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ഭേദം ഇവിടെ നിൽക്കുന്നാന്ന് വിചാരിച്ചു. അല്ലെ, താങ്കളെ കണ്ട ഒരു പണ്ഡിതയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ലുക്ക് മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് ഒരുപാട് വിജ്ഞാനം ഉണ്ട്, ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ആദ്യം സ്മാർട്ടായിട്ട് ഇവിടെ വന്ന് പൂച്ച പോലെ വന്നവരെയൊക്കെ പുലിയെ പോലെ ചാടി പുറത്തു പോകുന്നതാണ് നമ്മൾ ഇതുവരെ കാണുന്നത്. ഈ താങ്കളുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. പൊന്നല്ല, എന്നേ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എപ്പോഴും 24 ക്യാരറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കളി തുടങ്ങിയാലോ? അപ്പോൾ വിവേക് ഇങ്ങോട്ട് പോകുന്നു അല്ലേ? ഓക്കെ വിവേക്, ഓൾ ദ ബെസ്റ്റ്. രാവിലെ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ മിക്കവാറും ഇവിടെ ശരിയായിക്കോളൂ. കയറിക്കോളൂ. നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. വെൽക്കം റൗണ്ട്. ചോദിച്ചാൽ നേരി പറയണം. ഇങ്ങനെയുള്ള വല്ല ഗെയിം ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇതുവരെയായിട്ടും പങ്കെടുത്തിട്ടില്ല. ഹസ്ബൻഡായിട്ട് ഒരു ക്വിസ് പ്രോഗ്രാം, പക്ഷെ അല്ലല്ല, അദ്ദേഹമാണ് ഫുൾ ആൻസർ പറഞ്ഞു. ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. ഇതിപ്പോ ഞാനല്ലേ പറയാം. എന്തായാലും പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു, നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോഴും ഓടേണ്ടി വരില്ലേ, അതുകൊണ്ട് കൂട്ടാൻ.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിഖിൽ, നമുക്കൊരു ടെൻഷനും ഇല്ല. വി ആർ വെരി സ്മാർട്ട് അല്ലേ? ഉത്തരം അറിയേണ്ടവർക്ക് ടെൻഷൻ ഉണ്ട്, അറിയാത്തവന് എന്ത് ടെൻഷൻ? നമുക്ക് അതിന്റെ ആവശ്യമേ ഇല്ല അല്ലേ? ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് പൊട്ടിപ്പുറട്ടാൽ അല്ലേ? ആ സ്റ്റൈലാണെങ്കിൽ പിന്നെ പ്രശ്നം. ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് നിങ്ങൾ പരിചയപ്പെട്ടതല്ലേ? സിനിമയാണ്. ആ സിനിമയിലാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏത് നൂറ്റാണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ എ 22-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ ബി 20-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ സി 21-ാം നൂറ്റാണ്ട്, ഓപ്ഷൻ ഡി പ്രത്യേകിച്ചൊരു നൂറ്റാണ്ട്. ഏത് നൂറ്റാണ്ടാ? 21. 21 കറക്റ്റാണോ? ആവണം. നിഖിൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ വിചാരിച്ചു അല്ലേ അതിനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോ രമ്യയുടെ ആദ്യത്തെ പ്രകടനത്തിന് നമ്മൾ സാക്ഷിയാകുന്നു. അതെ, അതൊക്കെ നടന്ന് ഇങ്ങോട്ട് വരൂ. താങ്കൾക്ക് 10 സെക്കൻഡ് കിട്ടും. വരൂ. അയ്യോ, ആ കെറ്റിലെങ്ങാനും കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ ജീവിതം അതെ, വരൂ. അങ്ങോട്ട് നോക്കിക്കോളൂ. ലുക്ക് അറ്റ് ദ മോണിറ്റർ. യാ, കുറച്ചു നേരം കൊണ്ട് കുറെ ഗിഫ്റ്റ്സ് നേടാം. അതാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത. വരുന്ന അംബാസിഡർ ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കുക, എന്നിട്ട് സ്മാർട്ട് നിലവറയ്ക്കുള്ളിൽ നിന്ന് ഇഷ്ടമുള്ള അത്ര യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്സ് എടുത്ത് 10 സെക്കൻഡ്സിനുള്ളിൽ വെളിയിൽ കിടക്കുക. 1 2 3 യാ റെഡി. ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തോ. ഭാര്യയല്ലേ? റെഡി റെഡി റെഡി. വേഗം എടുത്തോ. വേഗം എടുത്തോളൂ. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സാധാരണയായി പഴംപൊരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഴം ഏതാണ്? ഓപ്ഷൻ എ കദളിപ്പഴം, ഓപ്ഷൻ ബി പൂവമ്പഴം, ഓപ്ഷൻ സി നേന്ത്രപ്പഴം, ഓപ്ഷൻ ഡി ഞാലിപ്പൂവമ്പഴം. ഏത് പഴമാണ്? കദളിയാണോ, പൂവനാണോ, നേന്ത്രമാണോ, നേന്ത്രപ്പഴം? പഴംപൊരി ഉണ്ടാക്കാൻ അമ്മ എപ്പോഴും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു സാധനമാണത് കുഞ്ഞിലേ മുതൽ. ആണോ? നിങ്ങളുടെ നാട്ടിൽ അതിന് നേന്ത്രപ്പഴം എന്നാണോ പറയുന്നത്, ഏത്തപ്പഴം എന്നാണോ പറയുന്നത്? രണ്ടും പറയും. നിഖിലെ, അതിൽ സംശയം വേണ്ടല്ലോ. ഉത്തരം ശരിയാണ്. അഞ്ജലി എന്തായാലും കുട്ടിക്കാലത്തെ പഴംപൊരി നിന്ന് വളർന്ന കുട്ടിയാണ്. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം മനസ്സിലായി അല്ലേ? പഴംപൊരിയാണ്. എണ്ണ ഉണ്ടായിരുന്നു അന്ന്? ഞാൻ എണ്ണ ഇങ്ങനെ പേപ്പറിൽ ഇട്ടിട്ട് അന്നേ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. റെഡി റെഡി. ഓക്കെ. അപ്പോൾ എന്തായാലും വരൂ വിവേക്. ആ കുട്ടി പറഞ്ഞത് കേട്ടല്ലോ, പിന്നെ അത് ആവർത്തിക്കണ്ടല്ലോ. 10 സെക്കൻഡ് ഉണ്ട്. ഈ കളറിലുള്ള റിബണുള്ള എത്ര ഗിഫ്റ്റ്സുകൾ എടുക്കാം. 3 എണ്ണമാണ് അവിടുത്തെ സ്കോർ. രമ്യയെ തകർത്തേക്കണം. സ്കോർ കൂട്ടിക്കോളൂ. 1 2 3 റെഡി റെഡി റെഡി. വേഗം 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 വേഗം. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. പട പേടിച്ച് ഡാഷിച്ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എവിടെയാണ്? തിരുവനന്തപുരത്തെ, കൊല്ലത്തെ, പന്തളത്തെ, പാതാളത്തിൽ. അവിടെ കത്തിയായിരുന്നു. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പന്തളത്ത്, പാതാളത്ത്. പന്തളത്ത്. പന്തളം എന്ന് പറയുന്ന സ്ഥലം നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ടോ? ആ, പന്തളം എന്ന് പറയുന്ന സ്ഥലം നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് ഇല്ല. എന്താ? പോയിട്ടുണ്ട്. തിരുവനന്തപുരം പോണ വഴിക്ക് പോയിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് പോണ വഴിക്ക്. എന്റെ വീട് തന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ പന്തളം. അത് പല വീടുകളിൽ പോയാ അങ്ങനെ വരും അല്ലേ അഞ്ജലി? നമുക്കതേ പറയാൻ പാടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് 5 തവണ 6 തവണ വഴി തെറ്റിപ്പോയി. വേറെ വീട്ടിൽ ചെന്ന് കയറിയിട്ടാണ് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്.
ഒന്ന് ചെക്ക് ചെയ്യണ്ടായിരുന്നു. അത് സാധാരണ പരിചയമുള്ള വഴി പോയതാണോ? അതിന്റെ സത്യം. പിന്നെ നിലയുടെ വീട്ടിൽ വരാന്ന് പറയുമ്പോ എന്റെ അമ്മയ്ക്ക് ടെൻഷനാ. വരുന്നതോ രാത്രിക്കാ, ചെന്ന് കയറുന്നതൊക്കെ വേറെ. അല്ലെ ചോദിക്കണ്ടായിരുന്നു, വഴി തെറ്റിയതോ ശരിയായ വഴിയെ പോയതോ അല്ലേ? അതല്ലല്ലേ എനിക്കിപ്പോ തോന്നുന്നു അതൊക്കെയായിരുന്നു ശരിയായ വഴിയെന്ന് തോന്നുന്നു അല്ലേ? കൈയോട്. യു ആർ ഗ്രേറ്റ്. അപ്പോ നിഖിൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പടയെന്നാണ് പഴഞ്ചൊല്ല് പറയുന്നത്. അപ്പോ 10 സെക്കൻഡ് വരൂ രമ്യ. ഇനിയിപ്പോ ഒന്നുകൂടെ ഡോർ അടയുമ്പോ പറയും. അപ്പൊ അതായത് നിഖിലിനൊന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്ന് സഹായിച്ചോളൂ, എന്തെങ്കിലും ഒന്ന് സഹായിച്ചോളൂ. ബാക്കിലുണ്ട്, ഫ്രണ്ടിലുണ്ട്, അവിടെ ഉണ്ട്. പറയാം. മോളെ കൊണ്ടൊന്നുകൂടെ പറയിക്കണോ? വേണ്ട, മഞ്ഞ സാധനം തന്നെയല്ലേ? മഞ്ഞ. അതെ, അതുകൊണ്ട് പരമാവധി സാധനം എടുക്കണം. 10 സെക്കൻഡ് വാതിലടയും. ഇതും അതന്നെയാണോ? മഞ്ഞ തന്നെയാണ്, മഞ്ഞ തന്നെയാണ്. ഇഷ്ടം പോലെ എടുത്തോളൂ. ഓൾ ദ ബെസ്റ്റ്. ഒന്ന് പറഞ്ഞോളൂ. വരൂ വരൂ വരൂ. ഈശ്വര, ആരെയാ പ്രാർത്ഥിക്കുന്നത് സാധാരണ? കൃഷ്ണൻ. പിന്നെന്താ? പിന്നെന്താ? 1 2 3 വേഗം വന്നോ, ബാക്ക് ടു ബാക്ക്. റെഡി റെഡി റെഡി. ഗിഫ്റ്റ് എടുത്തോ? വേഗം ക്ലോസ് ആയിക്കോട്ടെ. ശ്രദ്ധിച്ച്. ഇപ്പൊ ഒരു നല്ല മൂടായി അല്ലേ നിഖിൽ? ആയിക്കോട്ടെ, രസമുണ്ട്. ഇത് വായിച്ചപ്പോഴാണ് ഇത് രണ്ടുപേരും പാടാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ നിഖിൽ രണ്ടുപേരും പാടാൻ തോന്നുന്നു. എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോകും. ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോകും മുമ്പ് അഞ്ജലി പാടുവോ? ഇല്ലല്ലോ. വിവേക് പാടുവോ? രമ്യ പാടൂലേ? ഇല്ല. അപ്പൊ ഇവിടെ ഒറ്റ പാട്ടുകാരനേ ഉള്ളൂ. അപ്പൊ നിഖിലിന് തന്നെ തലവിധി. ധനുമാസ പെണ്ണിന് പൂത്താലം, മകരത്തിൻ കുളിരും നാണം, കുംഭത്തിൻ മംഗല്യമകം തൊഴണം, പിന്നെ മീനത്തിലവളുടെ താലികെട്ട് താലികെട്ട്. ധനുമാസ പെണ്ണിന് പൂത്താലം, മകരത്തിൻ കുളിരും നാണം, കുംഭത്തിൻ മംഗല്യമകം തൊഴണം, പിന്നെ മീനത്തിലവളുടെ താലികെട്ട് താലികെട്ട്. ഓക്കെ, ഗുഡ് ഗുഡ്. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. IQ റൗണ്ട്. നമ്മൾ ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരച്ഛനും മകനും റോഡ് അപകടത്തിൽപ്പെട്ടു. ബോധം നഷ്ടപ്പെട്ട് രണ്ടുപേരെയും ആശുപത്രിയിലായി. അത്യാസന്ന നിലയിലായ മകനെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടർ, ഇത് എൻ്റെ മകനാണ്, എനിക്ക് ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മോകാലസ്യപ്പെട്ട് വീണു. അപ്പോൾ അവൻ്റെ അച്ഛനാരാണ്? ഒന്നുകൂടി ഞാൻ ആ കഥ ഒന്നുകൂടെ പറയാം. ഒരച്ഛനും മകനും ഒരു അപകടത്തിൽപ്പെട്ടു. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുചെന്നു. അപ്പോൾ മകനെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടർ പറയുന്നു, എനിക്ക് ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ഇതെൻ്റെ മോനാണ് എന്ന് പറഞ്ഞ് മോകാലസ്യപ്പെട്ടു വീണു. അപ്പോഴാരാണ് അവൻ്റെ അച്ഛൻ? അഞ്ജലിക്ക് കിട്ടി. മോനാണ് അച്ഛൻ. മോനാണ് അച്ഛൻ. അതായത് അച്ഛനാണ് അച്ഛൻ. മോൻ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? അതായത് വന്ന ആളുടെ ഇത് മറ്റേ ശ്രീനിയേട്ടൻ ബാർബർ അങ്ങനെയല്ല. ആ പോയ മോനില്ലേ, മോനും അച്ഛനും അച്ഛനോടാ പോയത്. അച്ഛന്റെ കൂടെ രണ്ടുപേർക്കും പരിക്ക് പറ്റി. രണ്ടുപേർക്കും പരിക്ക് പറ്റി. ആ ഡോക്ടർ പറഞ്ഞു ഇത് മകനാണ്, ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ആ മകന്റെ അച്ഛൻ ആരാണെന്ന് ചോദ്യം. അച്ഛൻ ആരാന്ന് ചോദ്യം. ആ മകന്റെ അച്ഛനാണ്. അല്ല, ആ വന്ന ആളുടെ മകനാണ് ഈ ഇരിക്കുന്ന അച്ഛൻ. ഡോക്ടർ ആരാണപ്പോ? ഡോക്ടർ ആ അച്ഛന്റെ അച്ഛൻ. അങ്ങനെ ആയിക്കോട്ടെ, അച്ഛന്റെ അച്ഛൻ. അച്ഛന്റെ അച്ഛനല്ല, അല്ലല്ല. അപ്പോ അതിലൊരാള് മകനായിക്കോട്ടെ. പ്രശസ്തനായ നിഖിലിലേക്ക് നമ്മൾ ആ ചോദ്യം കൈമാറ്റം. അമ്മയെ അറിയായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. ഒരു കാര്യം ഞാൻ നിഖിൽ, നമ്മൾ ഈ സമസ്യാപൂരണം നടത്തുന്നു. നമ്മൾ ഇനി ഇത് വലിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പലവിധമായ വ്യാഖ്യാനങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകും. ഇത് ഇനി അവിഹിത സന്തതിയാണോ, ഇനി മറ്റെങ്ങനെ വളർത്തച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് ഇതേ എഴുത്തച്ഛനാണോ എന്നൊക്കെ വിചാരിക്കും. അങ്ങ് ബോധം കെട്ട് വീഴാൻ. അങ്ങനെയാണെങ്കിൽ അച്ഛനും മകനുമാണ് ആശുപത്രിയിലെത്തിയത്, അത് കറക്റ്റ്. അത് ആശുപത്രിയിലെത്തി, അത് കറക്റ്റ്.
അത് ഇത് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞത് അവൻ്റെ അമ്മയാണ്, ഡോക്ടർ അമ്മയാണ്. ഇത് നേരത്തെ പറയായിരുന്നെങ്കിൽ. നിഖിൽ, ഒരു അച്ഛനല്ലേ നിങ്ങൾ? ഓർക്കേണ്ടതല്ലേ ഒരു അമ്മ കാണുമെന്ന്? എന്റെ ഭാര്യ ഡോക്ടറായിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു. ഇതെന്റെ മകനാണ്, എനിക്ക് ഞാൻ പറഞ്ഞു ഇതെന്റെ മകനാണ്, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീണു എന്ന് പറഞ്ഞ് സാംബശിവന്റെ കഥാപ്രസംഗത്തിലൊക്കെ പറഞ്ഞ സിമ്പിൾ അടിക്കേണ്ട കേസായിരുന്നു. റെഡി, ഓക്കെ. അത് വല്ലാത്ത ഇതായിപ്പോയി അല്ലേ? ഇനിയിപ്പോ പോട്ടെ, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരാൾ 2 ചാക്ക് തേങ്ങയുമായി ഒരു യാത്ര പോയി. ഓരോ ചാക്കിലും 30 തേങ്ങ വീതമുണ്ട്. വഴിയിൽ 30 ചെക്ക് പോസ്റ്റും ഉണ്ട്. ഓരോ ചെക്ക് പോസ്റ്റിലും ഒരു ചാക്കിന് ഒരു തേങ്ങ വെച്ച് കൊടുക്കണം, നികുതിയായിട്ട് അടയ്ക്കണം. അങ്ങനെയെങ്കിൽ അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ എത്ര തേങ്ങ ബാക്കി കാണും? ഒന്നുകൂടെ പറയാം. 2 ചാക്ക് തേങ്ങയുമായിട്ട് യാത്ര പോയി. ഓരോ ചാക്കിലും 30 തേങ്ങ വീതം. വഴിയിൽ 30 ചെക്ക് പോസ്റ്റുകൾ. ഓരോ ചെക്ക് പോസ്റ്റിലും നികുതിയായിട്ട് ഒരു ചാക്കിന് ഒരു തേങ്ങ വെച്ച് കൊടുക്കണം. അങ്ങനെ അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ എത്ര തേങ്ങ ബാക്കിയുണ്ട്? പറഞ്ഞോളൂ. 30 തേങ്ങ, 30 വീതം. അതായത് ഒരാൾ 2 ചാക്ക് തേങ്ങയുമായി ഒരു യാത്ര പോവുകയായിരുന്നു. ഓരോ ചാക്കിൽ 30 വീതം തേങ്ങയുണ്ട്. 30 ചെക്ക് പോസ്റ്റിലും കൊടുത്തു. ഓരോ ചെക്ക് പോസ്റ്റിലും ഓരോ ചാക്കിന് ഓരോന്ന് വേണം. അപ്പൊ 2 ചാക്കില് 30 ആൻസർ. അല്ല, രമ്യ ആലോചിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മുൻ ജന്മത്തിൽ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അല്ലേ? അല്ല, എന്റെ ചേട്ടനുണ്ടായിരുന്നു ഇതിനൊക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞല്ലേ? പുള്ളി ഭയങ്കര മിടുക്കനാ. അല്ല, തെങ്ങേറ്റുകാരനാണ്. അല്ല, മാത്സിൽ നല്ല ജീനിയസ് ആന്നല്ലേ? എനിക്ക് പറയാവോ? ഇനിയിപ്പോ അല്ല ഒന്നും കാണില്ല. പിന്നെന്തിനാണ് തേങ്ങ കൊണ്ട് യാത്ര പോകുന്നത്? നീതി അടയ്ക്കാനോ? ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. അയാളുടെ ഒരു അവസ്ഥ നിൽക്കുന്ന ആലോചിച്ചു. 2 ചാക്ക് തേങ്ങ കൊണ്ടുപോയി എല്ലാ ചെക്ക് പോസ്റ്റിലും തേങ്ങയും കൊടുത്ത് വീട്ടിൽ പോവാ. അത് കുറച്ച് കടന്ന കൈയായി. ഉറപ്പിച്ചോ? ഉത്തരം ഉറപ്പിച്ചോ? ഞാൻ ആദ്യം പറഞ്ഞത് 30 വീതം. 30 ആണ്. അഞ്ജലി ആദ്യം പറഞ്ഞായിരുന്നു. 30 ഞാൻ പറഞ്ഞത്. നിഖിൽ ഇപ്പൊ രണ്ടാമതും പറഞ്ഞു. രണ്ടുപേരുടെ ഒരേ കാര്യം ആവർത്തിച്ചു. നല്ല തെറ്റ് പറഞ്ഞു. തെറ്റ്. വെരി ഗുഡ്. അതായത് ഉത്തരം ഇതാണ്. സന്തോഷം നോക്കി നിഖിലെ, അതായത് 30 തേങ്ങ വെച്ച് 2 ചാക്കിലുണ്ട്. ഈ തേങ്ങ ഒരു ചാക്കിൽ നിന്ന് അയാൾ 2 തേങ്ങ വെച്ച് ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 15 ചെക്ക് പോസ്റ്റ് കഴിയുമ്പം ഒരു ചാക്ക് കഴിഞ്ഞു. പിന്നെ അടുത്ത ചാക്കിലെ 30 തേങ്ങയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു ചാക്കിന് ഒരു തേങ്ങ വെച്ച് കൊടുത്താൽ പോരെ? അപ്പോൾ ബാക്കി എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ട്? 15 ചെക്ക് പോസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഓരോന്ന് വെച്ച് ബാക്കി 15 വരും. അയ്യോ, കഷ്ടമാണ്. ഭയങ്കര ടഫാണ്. അത് ടഫായിരുന്നോ? അല്ല, ഈ പ്രോഗ്രാമിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. ചേട്ടൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇതിന് ഉത്തരം ഉണ്ടാവില്ല. അവസാനം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ഫ്ലാസ്കും ഈ കെറ്റിലൊക്കെ വെച്ച് വീട്ടിൽ ചായം കുടിച്ച് ജീവിതം റെഡി റെഡി. നമ്മൾ അടുത്ത ചോദ്യത്തിലെ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ഇത് 3 അക്ഷരമുള്ള ഒരു പാത്രത്തിന്റെ പേരാണ്. ആദ്യത്തെ 2 അക്ഷരം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ പേരാണ്. ബേപ്പൂരിലൊക്കെയാണ് പ്രശസ്തം ആ വാഹനം. ആദ്യത്തേതും അവസാനത്തെ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ ആശാരിമാർ പ്രയോഗിക്കുന്ന ഒരു ആയുധത്തിന്റെ പേരാണ്. ഏതാണ് പായസം വെക്കാനുള്ള ആ പാത്രം? ഉരുളി. ഉരുളി. ഉറപ്പാണ്? ഉരുളി. ഉരുളി. വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാഹനം ഉരു, ആശാരി ഉപയോഗിക്കുന്നത് ഉളി, പായസം വെക്കാൻ ഉപയോഗിക്കുന്നത് ഉരുളി. 20 എത്ര സെക്കൻഡ്സ് ഉണ്ടെന്ന് അറിയാമോ? പച്ചക്കളർ. 20 സെക്കൻഡ് ഇട്ട് രമ്യ. 20 സെക്കൻഡ് കൊണ്ട് ഒരു ചെറിയ ഗെയിം കളിക്കണം. 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് ബ്ലോ ബലൂൺ. ഇതിന് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്പീക്കർ സിസ്റ്റം ആണ്. ബലൂൺ ഊതുക, ബലൂൺ പൊട്ടിക്കുക, ഗിഫ്റ്റ് എടുക്കുക. സിമ്പിൾ ടാസ്ക് ആണ്. ആദ്യം കയ്യിലുള്ള ബാറ്ററിനെ ഏൽപ്പിക്കുക. എന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഈ പെഡലിൽ ആഞ്ഞു ചവിട്ടുക. അപ്പോൾ ഈ ബലൂൺ വീർത്ത് 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 ഇവിടെ ഒരു നീഡിലുണ്ട്, അതിൽ തട്ടി പൊട്ടും. അപ്പോഴേ ഗെയിം
സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടന്നാലേ ടാസ്ക് കംപ്ലീറ്റ് ആയി കൺസിഡർ ചെയ്യത്തുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കുക. 20 seconds ടൈമാണ് കിട്ടുന്നത്. 1 2 3 റെഡി റെഡി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ദൃശ്യം റൗണ്ട്. നമുക്ക് ഈ റൗണ്ടിൽ 30 സെക്കൻഡ് കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൃശ്യം, ഒരു ഓഡിയോ, ഒരു സ്റ്റിൽ, ഇത് മൂന്നും കാണിച്ചു തരും. ഓഡിയോ കേൾപ്പിച്ച് തരും. അപ്പോൾ ഇതിനകത്ത് ചില ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കുന്ന ഒരു റൗണ്ടായിരിക്കും ഇത്. മോട്ടർ ശ്രദ്ധിക്കൂ. എല്ലാരും വരൂ. എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി. ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം. പറയാം. തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി, ഫോർ ഹൊറർ. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അത്രേ ഉള്ളൂ. നേരത്തെ അറിയാം. എനിക്കറിയാം. ചിത്രം പിടികിട്ടിയോ? അതാണോ ചോദ്യം? അതല്ല. ഏതാണ് ഈ ചിത്രം? ചോദ്യം അതാണ്. മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു ആണോ? എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് ഇപ്പൊ പറഞ്ഞപ്പോ പേര് അതാണ്. മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു. മദ്ദളം കൊട്ടുന്നു. പ്രിയദർശന്റെ പടം. പ്രിയദർശന്റെ ചിത്രം. അതെ അതെ, ഉത്തരം ശരിയാണ്. നിഖിലൊരു 1000 തവണ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയോ? എത്ര തവണ കണ്ടിട്ടുണ്ടാവും. ഓ, അപ്പൊ വരൂ, 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡ് കൊണ്ട് രശ്മിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ലുക്ക് അറ്റ് ദ മോണിറ്റർ. യാ 30 seconds ഉള്ള ഈ ടാസ്കിന് കിട്ടാൻ പോകുന്ന സമ്മാനം ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഈ കിഡിലൻ ടാബ് ആണ്. ഈ ടാസ്ക് ആണ് ബിഹൈൻഡ് ദ വാൾ. ഇവിടെ കുറെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ വന്ന് നിന്നിട്ട് ഈ ഹോളിനകത്തോടെ കൈയിട്ട് നോക്കാതെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന അത്രയും അങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കിടക്കാൻ വേണം, എന്നാലേ ടാസ്ക് കംപ്ലീറ്റ് ആയി കൺസിഡർ ചെയ്യത്തുള്ളൂ. 1 2 3 30 സെക്കൻഡ് ആണ്. വാതിൽ അടയുന്നത് മാത്രം ശ്രദ്ധിക്കുക. നിഖിലിനെ കുറിച്ച് ആലോചിക്കരുത്, മനസ്സ് വല്ലാതായി പോകും. ഓക്കെ, റെഡി റെഡി റെഡി. വലത്തെ ഭാഗത്തെ കപ്പ റെഡി റെഡി. തുടങ്ങിക്കോ 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 തുടങ്ങിക്കോ. വീട്ടല്ലേ മോട്ടർ ശ്രദ്ധിക്കൂ. ഒരു സ്റ്റിൽ, ഒരു നിശ്ചല ചിത്രം. ഈ ചിത്രത്തിൽ കാണുന്ന ആരാണെന്നാണ് ചോദ്യം. ഷാരൂഖ് ഖാൻ. ചോദ്യം അതായിരുന്നു.
ഏ? ഈ കാണുന്ന ആരായിരുന്നെന്ന് വെച്ചാൽ ഈ കാണുന്ന കുട്ടിയുടെ മൂക്കിന്റെ നീളം എത്ര സെന്റിമീറ്റർ വരും? അത് ഇന്നും കൂടെ കാണിച്ച ഞാൻ പറയുന്നതല്ല. റെഡി? ഉത്തരം ശരിയാണോ? അല്ലേ? ആണോ? ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ഉത്തരം ശരിയാണ്. ഓ, അഞ്ജലി ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ വിവേക് ഞാൻ എൻ്റെ ഒന്നാമതെന്തറിയാം, വിവേകിനെ മിക്കവാറും പിച്ചാത്തി എടുത്ത് കുത്തുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എങ്കിലും അടിക്കട്ടെന്ന് വിചാരിച്ച്. ഷാരൂഖ് ഖാൻ അപ്പോൾ 30 സെക്കൻഡ് ഉണ്ട്. ലുക്ക് അറ്റ് ദ മോണിറ്റർ. ഈ ടാസ്ക് ആണ് കളർ ക്യൂബ്സ്. ഇതിന്റെ 6 സൈഡ്സിലും 1 2 3 4 5 6 അങ്ങനെ 6 നമ്പേഴ്സ് വെച്ച് ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് എടുത്ത് 1 ആക്കി വെക്കുക, ഇതെടുത്ത് 2 ആക്കി വെക്കുക, 3 4 5 6 അങ്ങനെ 30 സെക്കൻഡ്സിനുള്ളിൽ ചെയ്ത് തീർത്ത് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കിടക്കണം. എന്നാലേ ടാസ്ക് കംപ്ലീറ്റ് ആക്കുകയുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്ററിനെ ഏൽപ്പിക്കുക. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഒരെണ്ണം കൂടെ വന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, പ്രശ്നമല്ലേ? എന്തെങ്കിലും പ്രശ്നം എങ്ങനെ അടിച്ചെടുത്തു. 1 2 3 റെഡി റെഡി ഓക്കെ, തുടങ്ങി. റെഡി റെഡി. ആ, ഡോർ അടയും അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഡോർ അടയുന്നു. അടയാറായി. ആയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം സ്പീഡ് അപ്പ് ചെയ്തോ. സ്പീഡ് അപ്പ്, സ്പീഡ് അപ്പ്. ഓൾമോസ്റ്റ് അടഞ്ഞു. ഓൾമോസ്റ്റ് അടഞ്ഞു. ആയില്ല. അപ്പൊ ഇനി നമ്മൾ ഒരു ഓഡിയോയിലേക്ക് കടക്കുകയാണ്. ഈ ഹമ്മിങ് കേട്ടല്ലോ, ദാസേട്ടൻ ആലപിച്ച മനോഹരമായ ഒരു ഹമ്മിങ് ആണ്. ഇത് തുറന്നു വരുന്ന പാട്ടാണ്. ഏത് പാട്ടാണ്? നിഖിലാണ് ബസ് അമർത്തിയിരിക്കുന്നത്. പാട്ടുകാരൻ അഞ്ജലിക്ക് അറിയാമോ? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് പാട്ടാന്നല്ല. ഞാൻ രാമകഥാഗാനലയം മംഗളവിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, ചോദിച്ചാൽ സാഗേതം പാടുകയാ ഹേ രാമാ. ഉത്തരം ശരിയാണ്. കളി പാട്ടുകാരനോടാ അല്ലേ? അല്ല, സംശയം ഉണ്ടായിരുന്നോ? ഞാൻ ഏത് പടാന്നൊക്കെ ചോദിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ പോവാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഉത്തരം ശരിയാണ്. എന്തായാലും ഓടിക്കൂ. കാലൊളിഞ്ഞ് ഒഴിഞ്ഞു തരണം കേട്ടോ. വീട്ടിൽ എന്തായാലും രക്ഷപ്പെട്ടില്ലേ? 30 സെക്കൻഡ്സ് ഉള്ള ഈ ടാസ്ക് ആണ് ബോൾ ഇൻസൈഡ് ദ ബാസ്കറ്റ്. ഇവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഇവിടെ 5 ബോൾസ് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് എറിയുമ്പോൾ ഒരു ബോളെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ബോളെങ്കിലും ആ ബാസ്കറ്റിനകത്ത് ചെന്ന് വീഴണം. എന്നാൽ മാത്രമേ ഗെയിം കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ മ്യൂസിക് സിസ്റ്റത്തിന്റെ സെൻട്രൽ പീസ് എടുത്ത് ഡോർ ക്ലോസ് ആവുന്നതിന് മുമ്പ് വെളിയിൽ കടന്നാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആയി കൺസിഡർ ചെയ്തുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കുക. ലുലു കണക്ട് ആണ് നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ബാസ്കറ്റ്ബോൾ കളിക്കാൻ അറിയാമോ? ഇല്ല. നന്നായി. നന്നായി. ഓക്കെ, 1 2 3 ദൈവങ്ങളെ റെഡി റെഡി റെഡി. ഒരെണ്ണം വീട്ടിൽ മതി. ശ്രദ്ധിച്ച് പതുക്കെ ചെയ്താൽ മതി. ഒരെണ്ണം വീട്ടിൽ മതി. അത് പതുക്കെ മതി. ഇത്രയും ചാൻസ്
കളി കാര്യമായിക്കൊണ്ടിരിക്കുക. പക്ഷേ കളിക്കിടയിൽ ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നു സിംഹം 1972 വരെ. എന്നാൽ 72 കഴിയുന്നതോടെ സിംഹത്തിന് ആ പദവി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് സിംഹത്തിന് ആ ദേശീയ മൃഗം എന്ന പദവി നഷ്ടപ്പെടാൻ കാരണം? ഒന്ന് ആലോചിച്ച് നോക്കുക. ചുമ്മാ സിംഹമല്ലേ. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ പറയാം. ഇടവേളയിൽ വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാനൊരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 1972 വരെ സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. 72 കഴിയുന്നതോടെ സിംഹത്തിന് ആ പദവി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സിംഹത്തിന് പ്രാതിനിധ്യം ഇല്ലാതെ പോയി. ഗുജറാത്തിൽ മാത്രമാണ് സിംഹം കൂടുതലുള്ളത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, കടുവ എന്നാൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടും കടുവ ദേശീയ മൃഗമായി അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ മറക്കണ്ട, സിംഹത്തിന് ആ പദവി നഷ്ടപ്പെട്ടത് എല്ലാ സംസ്ഥാനത്തിലും പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. കടുവ നമ്മുടെ ദേശീയ മൃഗം. നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ക്രൗൺ റൗണ്ട്. നമ്മൾ ഏറ്റവും വികാരഭരിതമായ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോസ്കോ ജുവലേഴ്സ് സമ്മാനിക്കുന്ന സ്വർണ്ണ കിരീടമാണ്, സ്മാർട്ട് ക്രൗൺ. ഇതിൽ 2 പേരിൽ ഒരാൾ സ്മാർട്ട് ക്രൗൺ അണിഞ്ഞ് പുറത്തേക്ക് പോകും. ഈ റൗണ്ടിൽ 5 ചോദ്യങ്ങളുണ്ട്. 3 ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്ന ആളിന് ക്രൗൺ ലഭിക്കും. ഗെയിമൊന്നും കളിക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അംബാസഡറെ വിളിച്ച് കൂടെ നിർത്താം. അംബാസഡർ വരൂ, എന്നിട്ട് വേണം എനിക്കൊരു നല്ല കാര്യം പറയാൻ. വരൂ 2 പേരും വന്നിട്ട് അങ്ങ് നിന്ന് കഴിയുമ്പോൾ എനിക്കൊരു കാര്യമൊന്നുമില്ല അല്ലേ? ഒരു കാര്യമില്ലല്ലോ. അതല്ലേ, ഓടിത്തളർന്ന് ഒരു ഭാര്യയായി ബുദ്ധിമുട്ടി ഇത്രയും സാധനങ്ങൾ പെറുക്കി അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു സ്നേഹം ഉപയോഗിച്ചത് ഈ തലേ ഓടിയെടുത്ത് എന്ത് സിമ്പിൾ. ഉത്തരം പറയാൻ വലിയ പാടുണ്ടോ അല്ലേ? ഓടുന്നാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നിങ്ങളെ വിളിച്ചു നിർത്തിയിട്ട് പറയാൻ വന്ന കാര്യം അതൊരു നല്ല കാര്യമാണ്, ഒരു സത്കർമ്മമാണ്. ഒരാൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അടുത്തയാൾക്ക് പാസ്. നമ്മൾ ഇതുവരെ കളിച്ച കളി. എന്നാൽ ഇതൊരു അന്തം വിട്ട കളിയാ. ഇയാൾക്കും അറിയില്ലെങ്കിൽ നമ്മൾ 2 പേരുടെ കളിക്കാൻ പിന്നെ പുറത്തോട്ടങ്ങ് പോകും. മത്സരം അവിടെ അവസാനിക്കും. അപ്പൊ ആദ്യത്തെ എളുപ്പമുള്ള ചോദ്യം ചോദിച്ചാൽ നമുക്ക് കുറച്ചു നേരം കൂടെ കളിക്കാം. നമുക്ക് ശ്രമിക്കാം. ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ അയാൾ സ്വർണ്ണ കിരീടമായിട്ട് പോകും. അയാൾക്ക് പിന്നെ ഒരു ആകർഷണമുണ്ട്, അവിടെ കൊണ്ട് തീരുന്നില്ല കഥ. വേണമെങ്കിൽ അവിടെ വെച്ച് കിട്ടിയാം. അതല്ലെങ്കിൽ അടുത്ത ചോദ്യങ്ങൾക്കൂടെ ഉത്തരം പറഞ്ഞാൽ ബിഗ് പ്രൈസ് റൗണ്ടിലേക്ക് കടക്കാം. കാറും ബൈക്കുമാണ്. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളിന് ബൈക്ക്, 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളിന് കാറ്. എങ്ങനെ ഇങ്ങോട്ട് വന്നേ? കാറില്ല. 2 പേർക്കും വണ്ടി ഓടിക്കാൻ അറിയാമോ? പിന്നെ അപ്പൊ പിന്നെ കൊണ്ടുപോകാമല്ലോ. അഞ്ജലി ഡ്രൈവിംഗ് അറിയാമല്ലോ? അറിയാം. വിവേകിനും അറിയാമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ആദ്യം നമ്മൾ 2ഉം കൂടെ ഒന്നിച്ച് നോക്കാതെ ക്രൗൺ നോക്കാം ആദ്യം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പത്രപ്രവർത്തനത്തെക്കുറിച്ച് സൊലെ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ DC കിഴക്കേമുറി, ഓപ്ഷൻ ബി വിലാസിനി, ഓപ്ഷൻ സി KP കേശവമേനോൻ, ഓപ്ഷൻ ഡി സക്കറിയ. DC ആണോ, വിലാസിനിയാണോ, KP കേശവമേനോനോ, സക്കറിയാണോ? 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിസ്സാരമായി സ്വർണ്ണ കിരീടം. ജോസ്കോ ജുവലേഴ്സ് സമ്മാനിക്കുന്ന സ്മാർട്ട് ക്രൗൺ. റെഡ് വെച്ചു. അവരാലോചിച്ചുകൊണ്ടിരിക്കുക, കൂലങ്കക്ഷമായി പരിശോധിക്കുകയാണ് സംഭവങ്ങൾ. എല്ലാ ഉത്തരവും വേണമെങ്കിൽ ഉത്തരവായി തോന്നും. സൊലയായതുകൊണ്ട് DC കിഴക്കേമുറി. ഒരു കറക്കിക്കുത്തൽ മാത്രമാണ്, ശരിയാണെന്നൊന്നും അറിയില്ല. DC കിഴക്കേമുറി. ഈ ഉത്തരം ഗസ് ചെയ്താ? ഇതിലും ഒരു സുഖകരമായ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കാം.
ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഉത്തരം ശരിയാവണം. തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. കാരണം എന്നാൽ ആ ഉത്തരം തൽക്കാലം കൈയിരിക്കട്ടെ. ഈ പറഞ്ഞ ഉത്തരം അതെ അതാണ് ശരിയായിരിക്കും. ചിലപ്പോൾ അറിയാം, അഞ്ജലി പറഞ്ഞ ശരിയാവാം. ശരിയാണെങ്കിൽ എന്തായിരിക്കും നിഖിലിന്റെ ഒരു അവസ്ഥ? നല്ല നല്ല കാര്യമല്ലേ? അത് അടുത്തയാൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള മഹാമനസ്കതയിൽ സന്തോഷമായിട്ട് ഉറങ്ങാം എന്ന് അതാണോ? ഇല്ല. അഞ്ജലിക്ക് ഇത് ശരിയായ ഉത്തരം ആവണം. DC കിഴക്കേ മുറി പറയൂ. വിവേക്, ഈ ഉത്തരം ശരിയായിരിക്കും വിവേക്? പ്രതീക്ഷയുണ്ടോ? എനിക്കും കറക്റ്റ് അറിയില്ല, ഗസ് അടിച്ച ഒരു ഗസിലാണ് ഈ സംഭവം വന്നത്. അങ്ങനെയാണെങ്കിൽ അഞ്ജലി പറഞ്ഞ ഉത്തരം ഒന്നും പറയാൻ പറ്റില്ല. അഞ്ജലി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും വായിക്കാൻ പറ്റില്ല. ശരിക്കും പറയണോ? ശരിക്കും പറയാണ്. അഞ്ജലി പറഞ്ഞ ഉത്തരം തെറ്റാണ്. DC കിഴക്കേ മുറിയല്ല. സോലെ എന്ന ഗ്രന്ഥം എഴുതിയത് DC കിഴക്കേ മുറിയല്ല. അപ്പം നമ്മൾ പറയണോ ഇനി ഉത്തരം? ഇനി ഉത്തരം നിങ്ങൾക്കാണ്. വളരെ സൂക്ഷിക്കണം നിങ്ങൾ ഉത്തരം പറയുന്നു. മത്സരം ഇവിടെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അഞ്ജലി പ്രാർത്ഥിച്ചോളൂ ഇവർ പുറത്താകാതിരിക്കാൻ, അല്ലെങ്കിൽ മത്സരം ഇവിടെ അവസാനിക്കുള്ളൂ. 3 ചോദ്യങ്ങൾക്ക് സ്വർണ്ണ കിരീടം. ഉത്തരം എന്താണെന്നറിയാൻ എനിക്കും പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് അലോഹ്യം തോന്നരുത്. നമുക്കൊരു ഇടവേളയിടാൻ സമയമായി. ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ, തൊട്ടാവാടി രാത്രി വാടൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പറയും. ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാൻ സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. തൊട്ടാവാടി രാത്രിയിൽ വാടുമോ എന്ന്. തൊട്ടാവാടി വാടും. പ്രകാശം കുറയുമ്പോൾ അത് താനെ വാടും. മാത്രമല്ല, ഇങ്ങനെ പെട്ടെന്ന് വാടിപ്പോകുന്ന സസ്യങ്ങൾ ഒരു പ്രതിരോധ കവചം തീർക്കുകയാണ് ആക്രമിക്കുന്ന ജീവികളിൽ നിന്ന്. നമ്മൾ കാത്തിരുന്ന ഉത്തരത്തിലേക്ക് പോകുന്നു. ഡി. സക്കറിയ. ഗസ് ചെയ്താണോ കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു? അല്ല, ഞാൻ ഗസ് അല്ല, പക്ഷെ ഒരു എവിടെയോ ഒരു മെമ്മറിയിൽ കിടക്കുന്നൊരു കേട്ട പോലെ അത് ഒരു അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ടാണ് അഞ്ജലിക്ക് തോന്നിയത്. അതാണ് അഞ്ജലി വിചാരിച്ചല്ലേ? ഞാൻ വിചാരിച്ചു അവര് സക്കറിയ എന്തായാലും ലേഡി അല്ല എന്നുള്ളത് ഉറപ്പാണ്. സ്വന്തം ലേഖകൻ എന്നുള്ള ആ ഒരു ഇതില് ഏതോ ഒരു അതിലാരാ ലേഡി എന്ന് പറഞ്ഞു? വിലാസിനി നെറ്റിരിക്കുന്നത് അല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി പറയാൻ പറ്റില്ല, അവർക്ക് ഇനി അങ്ങനെയൊക്കെ നിഖിലിന് സക്കറിയ സാറിനെ പരിചയമുള്ളത് കൊണ്ടാണോ പറഞ്ഞത്? അല്ലല്ലോ. പത്രപ്രവർത്തനത്തെക്കുറിച്ച് സൊലെ എന്ന ഗ്രന്ഥം എഴുതിയത് ആരെന്നായിരുന്നു ചോദ്യം. DC കിഴക്കേ മുറി എന്ന് അഞ്ജലി ഉത്തരം പറഞ്ഞു. അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ 3 പേരാണ് ഉണ്ടായിരുന്നു. അതിൽ സക്കറി എന്ന് നിഖിൽ പറഞ്ഞു. നിഖിൽ ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. അപ്പോ നിഖിൽ എന്ന ഗായകൻ പറഞ്ഞ ഉത്തരം, നിഖിൽ നേരെ എന്റെ മുഖത്തേക്ക് നോക്കൂ. ഉത്തരം തെറ്റാണ്. വിലാസിനിയാണ്. MK മേനോന്റെ തൂലികാ നാമമാണ് വിലാസിനി. മലയാളത്തിൽ ലേഡി ആയിരിക്കില്ല അഞ്ജലി, അത് ലേഡിയല്ല. വിലാസിനി ലേഡിയല്ല, അദ്ദേഹത്തിന്റെ തൂലികാ നാമം. മൂർഖനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ എന്ന MK മേനോൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിപ്പത്തിലുള്ള കൃതികളാണ് മലയാളം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വളരെ സന്തോഷം, താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ വളരെ നന്നായിരുന്നു മത്സരം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അല്പനിമിഷങ്ങൾക്കുള്ളിൽ അടുത്ത പരിപാടി വെളിയിലോട്ട് വരും. നമുക്കിനിയിപ്പോൾ കുറച്ച്
ഗ്യാപ്പിലല്ലേ കാണാൻ പറ്റും. അതെ. ആ കാണുന്നത് വരെ ആ ഊഷ്മളത നിൽക്കത്തക്ക ഒരു പാട്ടായിക്കോട്ടെ. മാസ്മരികതയും ഊഷ്മളതയും കൂടെ മിക്സ് ചെയ്തൊരടി. മിഴികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം, അനനടയിലും നാണം നിലയിലും നാണം ഇതടിമുടിയൊരു നാണം, പനി നീർനിലാവിൻ പൂമഴ അനുരാഗലോലയാമിനി ഇതു ഹൃദയം നിറയും നിമിഷം, മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെപ്പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ച് വറ്റിക്കും. മിഴികൾ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം, അനനടയിലും നാണം നിലയിലും നാണം ഇതടിമുടിയൊരു നാണം. ഓക്കെ ഓക്കെ റെഡി. അപ്പോൾ നിഖിൽ വളരെ സന്തോഷം. താങ്ക് യു. ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഈ വേദിയിൽ കാണേണ്ടി വരും. പിന്നെന്താ, ശ്രീയേട്ടൻ്റെ ഈ പ്രോഗ്രാമിൽ വന്നില്ല നമുക്കും വളരെ സന്തോഷം. വളരെ എന്റർടൈനിങ് ആയിരുന്നു. യെസ്, വെരി എന്റർടൈനിങ് ആൻഡ് വൺ ഓഫ് എ കൈൻഡ് ഷോ നമ്മുടെ മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ. താങ്ക് യു. നമ്മുടെ എല്ലാവരുടെ അഭിനന്ദനങ്ങൾ. വിനയ പുരസ്സരം. അതെ. റെഡി വിവേക്, നമ്മൾ വീണ്ടും സന്ധിക്കും. രണ്ടാം ലോക മഹായുദ്ധം, ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞല്ലോ, ഫസ്റ്റ് വേൾഡ് വാർ പടം ഇറങ്ങി കഴിഞ്ഞു, സെക്കൻഡ് വേൾഡ് വാർ എടുക്കട്ടെ. ഹലോ അഞ്ജലി, കാണും തീർച്ചയായിട്ടും. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ പ്രചരിച്ചതോടെ പല വീടുകളിലും അതിഥികൾ ചെല്ലാതായി. അഥവാ സമയം തെറ്റിയെങ്ങാണം ഏതെങ്കിലും ഒരു അതിഥി കടന്നു എന്നാൽ അതിഥിയുടെ മുഖത്തും ടെലിവിഷനിൽ മാറി മാറി നോക്കി ആളുകൾ സമയം തീർക്കും. സത്യം പറഞ്ഞാൽ ഒരു അതിഥിയെ അപമാനിക്കുന്നതിന് തുല്യമാത്. ചില ആളുകളുണ്ട്, അതിഥിയോട് പറയും ഒരു 5 മിനിറ്റ് കസേരയിലൊന്നിരിക്കും, ഞാൻ ഈ സീരിയലൊന്ന് കണ്ടോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അത് ഈ വരുന്ന അതിഥിയുടെ കവളത്തെട്ടൊന്ന് പൊട്ടിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ മറ്റൊരു സംസ്കാരത്തിൽ വളർന്നവരാ. അതിഥി ദൈവത്തെ പോലെ കാണുക, അതായത് അതിഥി ദേവോ ഭവ. നമ്മൾ ആ സംസ്കാരമൊക്കെ വിട്ടിട്ട് കുറേ കാലമായി. നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്, ഒരതിഥി ദൈവത്തെ പോലെ കാണാൻ വേണ്ടി നിങ്ങൾ സ്മാർട്ട് ഷോ ഓഫ് ചെയ്താലും ഐ ഡോണ്ട് കെയർ. ഗുഡ് ബൈ. Costume courtesy for Arthana, Me Fab, City Center, Thrissur.